ആകാശവാണി. നമസ്കാരം. വാർത്താ വീക്ഷണം. വിരലുകളാൽ നാദവിസ്മയം തീർത്ത മാന്ത്രികൻ. തയ്യാറാക്കിയത് സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മുഹമ്മദ് ഖാസിം SK. കൈവിരലുകളാൽ നാദവിസ്മയം തീർത്ത മാന്ത്രികൻ ഉസ്താദ് സാക്കിർ ഹുസൈന്റെ വിയോഗത്തോടെ അക്ഷരാർത്ഥത്തിൽ നിലയ്ക്കുന്നത് തബലയുടെ ജീവതാളമാണ്. കൈവിരലുകളിൽ നിന്ന് ഋതുജ്വാലകളെയും ചിത്രശലഭങ്ങളെയും അനുഭവവേദ്യമാക്കിയ ലയമാന്ത്രികന്റെ സ്വരപ്രസ്ഥാനങ്ങളുടെ വരദാനമായിരുന്ന അങ്കുലികൾക്കൊപ്പം ഐതിഹാസികമായ ഒരു യുഗത്തിനു കൂടിയാണ് തിരശീല വീണിരിക്കുന്നത്. ജുഗൽബന്ദികളിൽ തബലയുടെ തലയെടുപ്പ് വേറിട്ട് കാണിക്കുന്ന താളവിസ്മയങ്ങളുടെ രാജകുമാരന്റെ ചടുലമായ അങ്കുലി ചലനങ്ങൾക്കൊപ്പം സംഗീത ലോകവും നിശ്ചലമായിരിക്കുകയാണ്. തബലയുടെ അവസാന വാക്കായിരുന്ന അച്ഛൻ ഉസ്താദ് അല്ലാ രഖ ഖാന്റെ കൈപിടിച്ച് സംഗീത ലോകത്തേക്ക് ചുവടുവെച്ച സാക്കിർ ഹുസൈൻ സംഗീതരംഗത്ത് തീർത്ത വിസ്മയങ്ങൾ മഹാ അത്ഭുതമായി തുടരുകയാണ്. തബലിസ്റ്റ്, സംഗീതജ്ഞൻ, അഭിനേതാവ് തുടങ്ങി നിരവധി രംഗങ്ങളിൽ മികവ് തെളിയിച്ചിട്ടുണ്ടെങ്കിലും താളവുമായ അത്രമേൽ ഇഴചേർന്ന ജീവിതമാണ് സാക്കിർ ഹുസൈൻ്റേത്. വർഷങ്ങളുടെ തീവ്രമായ പരിശീലനവും ആത്മാർപ്പണവുമായിരുന്നു ഒരു സംഗീതജ്ഞൻ എന്ന നിലയിലുള്ള സാക്കിർ ഹുസൈൻ്റെ വളർച്ചയ്ക്ക് ഊർജ്ജമേകിയത്. സംഗീതജ്ഞനും വിഖ്യാത തബലിസ്റ്റുമായ ഉസ്താദ് അല്ലാ രഖ ഖാൻ, ഭവി ബീഗം എന്നിവരുടെ മകനായി 1951 മാർച്ച് 9 സാക്കിർ ഹുസൈൻ ജനിച്ചത്. തബലയുടെ താളത്തിനൊപ്പം വളർന്ന സാക്കിർ ഹുസൈൻ 3-ാം വയസ്സു മുതൽ അച്ഛനിൽ നിന്ന് തബല വായിക്കാൻ പഠിച്ചു തുടങ്ങി. എന്നാൽ 7-ാം വയസ്സിലാണ് ലോകമാദ്യമായി ഈ പ്രതിഭയെ കേട്ടത്. അച്ഛന്റെ പകരക്കാരനായാണ് സാക്കിർ ഹുസൈൻ ആദ്യമായി വേദിയിൽ കയറുന്നത്, സരൂദ് വിദഗ്ധൻ ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം. തുടർന്ന് 12-ാം വയസ്സിൽ ബോംബെ പ്രസ് ക്ലബിൽ 100 രൂപയ്ക്ക് ഉസ്താദ് അലി അക്ബർ ഖാനോടൊപ്പം തന്നെ സ്വതന്ത്രമായി തബല വായിച്ച് സംഗീത ലോകത്ത് തന്റെ വരവറിയിച്ചു. പഞ്ചാബി ഘരാനയുടെ ആഴത്തിലുള്ള വേരുകൾ തേടി അതികഠിനമായ പരിശീലനത്തിലൂടെ താളവാദ്യ പഠനത്തിനായി സ്വയം സമർപ്പിതമായ സാക്കിർ ഹുസൈൻ 4 വർഷത്തിനു ശേഷം തന്റെ 17-ാം വയസ്സിൽ ആദ്യ സോളോ ആൽബം പുറത്തിറക്കി. വിരൽത്തുമ്പുകളിൽ നിന്ന് ജീവൻ സ്പന്ദിക്കുന്ന താളഗോപുരങ്ങൾ ഉയർന്നതോടെ വലിയ സ്വീകാര്യതയാണ് അതിന് ലഭിച്ചത്. ആരോഹണ അവരോഹണങ്ങളോടെ സംസ്കാരങ്ങളെ സമന്വയിപ്പിക്കുന്ന അസുലഭ കലാസൃഷ്ടി കൂടിയായിരുന്നു അത്. കിഴക്കും പടിഞ്ഞാറും കൈകോർത്ത താളത്തിൽ റോക്ക്, ജാസ് സംഗീതശാഖകളിലെ വ്യത്യസ്ത പരീക്ഷണത്തിന് സാക്കിർ ഹുസൈൻ സന്നദ്ധനായപ്പോൾ സംഗീതത്തിന്റെ യുഗപ്പിറവിക്കായിരുന്നു ലോകം സാക്ഷ്യം വഹിച്ചത്. മുഴക്കങ്ങളുടെ മുഗ്ധമായ ലോകമാണ് അദ്ദേഹം കിഴക്കിൻ്റെയും പടിഞ്ഞാറിൻ്റെയും മുൻപിൽ തുറന്നിട്ടത്. ലോക സംഗീതത്തിന് പുതുമാനങ്ങൾ നൽകുന്നതോടൊപ്പം തബലയുടെ അനന്ത സാധ്യതയിലേക്ക് കൊടിയേറ്റുന്ന കൊട്ടുകൂടിയായിരുന്നു അത്. ശക്തി, റിമെമ്പർ ശക്തി എന്നീ ബാൻഡുകളിലൂടെ അമേരിക്കയിലും യൂറോപ്പിലും അതിവേഗത്തിലാണ് സാക്കിർ ഹുസൈൻ വ്യത്യസ്തനായ ഒരു കലാകാരനായി അറിയപ്പെട്ടു തുടങ്ങിയത്. അസംഖ്യം കച്ചേരികളാണ് സാക്കിർ ഹുസൈനെ തേടിയെത്തിയത്. ജോൺ മെക്ലാഫിൻ, മിക്കി ഹാർട്ട് തുടങ്ങിയ അന്തർദേശീയ സംഗീതജ്ഞരുമായി ചേർന്നുള്ള കോൺസേർട്ടുകൾ സാക്കിർ ഹുസൈനെ ലോക സംഗീതത്തിന്റെ നെറുകയിലെത്തിച്ചത് വളരെ പെട്ടെന്നായിരുന്നു. മകന്റെ സിദ്ധി തിരിച്ചറിഞ്ഞ പിതാവ് അല്ലാ രഖ ഖാൻ മകനെ മിക്കി ഹാർട്ടിന്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുമ്പോൾ ഉണ്ടായിരുന്ന വിശ്വാസം ഒരു അണു അളവ് പിഴച്ചിരുന്നില്ല. ഗ്രേറ്റ്ഫുൾ ഡെഡ് എന്ന വിഖ്യാതമായ ബാൻഡിലൂടെ അതിപ്രശസ്തനായ അമേരിക്കൻ റോക്ക് സംഗീതജ്ഞൻ മിക്കി ഹാർട്ടിന്റെ പരിശീലനമാണ് സാക്കിർ ഹുസൈൻ എന്ന ഇതിഹാസത്തെ വാനോളം ഉയർത്തിയത്. ഇന്ത്യൻ പെർക്കഷനിസത്തിന്റെ അവസാന വാക്കായിരുന്ന സാക്കിർ ഹുസൈൻ ഹിന്ദുസ്ഥാനി സംഗീതത്തിന്റെ ആഗോള അംബാസഡർ കൂടിയായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പ്രതിവർഷം ശരാശരി 150 സോളോ കച്ചേരികളാണ് അദ്ദേഹം നടത്തിയത്. സിത്താറിലെ ഗന്ധർവൻ പണ്ഡിറ്റ് രവിശങ്കറിനൊപ്പം അല്ലാ രഖയും പുത്രൻ സാക്കിർ ഹുസൈനും തബല വായിച്ചത് റെക്കോർഡായിരുന്നു. രവിശങ്കറുടെ വാത്സല്യനിധിയായിരുന്നു സാക്കിർ ഹുസൈൻ. ജർമ്മനിയിലെ മ്യൂണിക്കിൽ നടന്ന കച്ചേരിയിൽ പണ്ഡിറ്റ് രവിശങ്കറിനു വേണ്ടി തബല വായിച്ച 18-കാരൻ സാക്കിർ ഹുസൈന്റെ ചിത്രം ഇന്നും ലോക സംഗീത ചരിത്രത്തിൽ മായാതെ കിടപ്പുണ്ട്. തബലയുടെ താളത്തിലേക്ക് പിറന്നു വീണ സാക്കിർ ഹുസൈന് പിതാവ് ഉസ്താദ് അല്ലാ രഖ ഖാന്റെ വഴിയെ സഞ്ചരിക്കാൻ മാത്രമേ കഴിയുമായിരുന്നുള്ളൂ. അറിഞ്ഞത് മുഴുവൻ സംഗീതമാണ്. ഇതായിരുന്നു ലോകം കണ്ട കുഞ്ഞു വിരലുകൾ കൊണ്ട് തബലയിൽ തീർത്ത മാന്ത്രികത. 12 വയസ്സു മുതൽ പൊതു കച്ചേരികൾ അവതരിപ്പിക്കാൻ ആരംഭിച്ച സാക്കിർ ഹുസൈൻ പിന്നീട് ഐതിഹാസിക പോപ്പ് ബാൻഡ് ബീറ്റിൽസ് ഉൾപ്പെടെ നിരവധി പാശ്ചാത്യ സംഗീതജ്ഞരുമായി സഹകരിച്ചിട്ടുണ്ട്. ഇതിലൂടെ ആ മാന്ത്രികൻ പ്രകടിപ്പിച്ച അനന്യമായ മികവ് അദ്ദേഹത്തെ സംഗീത ലോകത്തിന്റെ ഉസ്താദാക്കി മാറ്റുകയായിരുന്നു.
6 പതിറ്റാണ്ടിനിടെ സംഗീത ലോകത്തെ ഏറ്റവും ജനപ്രിയ പുരസ്കാരമായ ഗ്രാമി അവാർഡുകൾ 5 തവണ സ്വന്തമാക്കിയ അദ്ദേഹം ലോകത്തിനു മുന്നിൽ ഇന്ത്യൻ സംഗീതത്തിന്റെ പ്രതീകമായി. ഈ വർഷം ആദ്യം നടന്ന 66ാമത് ഗ്രാമി അവാർഡുകളിൽ 3 അവാർഡുകൾ അദ്ദേഹത്തിന് ലഭിച്ചു. മികച്ച ഗ്ലോബൽ മ്യൂസിക് പെർഫോമൻസ്, മികച്ച കണ്ടംപററി ഇൻസ്ട്രുമെന്റൽ ആൽബം, മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബം എന്നീ വിഭാഗങ്ങളിലാണ് പുരസ്കാരം പങ്കിട്ടത്. ഗ്രാമി അവാർഡിൽ മികച്ച ഗ്ലോബൽ മ്യൂസിക് ആൽബത്തിനുള്ള പുരസ്കാരം ഫ്യൂഷൻ ബാൻഡായ ശക്തി തയ്യാറാക്കിയ ദിസ് മൊമെന്റ് എന്ന ആൽബമാണ് സ്വന്തമാക്കിയത്. ബ്രിട്ടീഷ് ഗിറ്റാറിസ്റ്റ് ജോൺ മെക്ലാഫിൻ, തബലിസ്റ്റ് ഉസ്താദ് സാക്കിർ ഹുസൈൻ, ഗായകൻ ശങ്കർ മഹാദേവൻ, താളവാദ്യ വിദഗ്ധൻ വി സെൽവഗണേഷ്, വയലിനിസ്റ്റ് ഗണേഷ് രാജഗോപാലൻ എന്നിവർ ചേർന്നാണ് ദിസ് മൊമെന്റ് യാഥാർത്ഥ്യമാക്കിയത്. 1999 അദ്ദേഹം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് നാഷണൽ എൻഡോവ്മെന്റ് ഫോർ ആർട്സ് നാഷണൽ ഹെറിറ്റേജ് ഫെലോഷിപ്പ് നേടി. ഈ നേട്ടം കരസ്ഥമാക്കിയ ആദ്യ ഇന്ത്യൻ സംഗീതജ്ഞനാണ് സാക്കിർ ഹുസൈൻ. മണ്ടോ, മിസ്റ്റർ ആൻഡ് മിസസ് അയ്യർ, വാനപ്രസ്ഥം എന്നിവയുൾപ്പെടെ കുറച്ച് സിനിമകൾക്ക് അദ്ദേഹം സംഗീതം നൽകിയിട്ടുണ്ട്. ഹീറ്റ് ആൻഡ് ഡസ്റ്റ്, ദ പെർഫെക്റ്റ് മർഡർ, മിസ് ബ്യൂട്ടീസ് ചിൽഡ്രൻ, സാസ് എന്നീ കുറച്ചു ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുമുണ്ട്. 12-ാം വയസ്സിലാണ് അദ്ദേഹം മഹാനായ സിത്താർ വാദകൻ ഉസ്താദ് അബ്ദുൽ ഹലീം ജാഫർ ഖാൻ, ഷഹനായ് ചക്രവർത്തി, ബിസ്മില്ല ഖാൻ എന്നിവരോടൊപ്പം തബല വായിച്ചത്. തുടർന്ന് 18-ാം വയസ്സിൽ സിത്താർ മാന്ത്രികൻ രവിശങ്കറിനൊപ്പം കച്ചേരിയും അവതരിപ്പിച്ചു. കേരളത്തിലെ പെരുവനം കുട്ടന്മാരാർക്കും മട്ടന്നൂർ ശങ്കരൻകുട്ടിക്കുമൊപ്പം വേദി പങ്കിട്ട് മലയാള മണ്ണിലും തന്റെ നാദവിസ്മയം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചു. 2017 അദ്ദേഹം പാലക്കാട് പെരുവനത്ത് എത്തിയത്. സംഗീതത്തിനൊപ്പം പഠനവും മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹം മുംബൈ സെയിന്റ് സേവിയേഴ്സ് കോളേജിൽ നിന്നാണ് പഠനം പൂർത്തിയാക്കിയത്. പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലെ ഹ്യൂമാനിറ്റീസ് കൗൺസിൽ അദ്ദേഹത്തെ ഓൾഡ് ഡൊമിനിയൻ ഫെലോ ആയി നാമകരണം ചെയ്തു. അവിടെ 2005-2006 കാലഘട്ടത്തിൽ സെമസ്റ്റർ സംഗീത വിഭാഗത്തിൽ മുഴുവൻ പ്രൊഫസറായി സേവനമനുഷ്ഠിച്ച അദ്ദേഹം സ്റ്റാൻഫർഡ് യൂണിവേഴ്സിറ്റിയിലെ വിസിറ്റിംഗ് പ്രൊഫസർ കൂടിയായിരുന്നു. വാഷിംഗ്ടൺ സർവകലാശാലയിൽ എത്നോ മ്യൂസിക്കോളജി വിഭാഗത്തിലും പ്രൊഫസറായി പ്രവർത്തിച്ചിട്ടുണ്ട്. 2022 മുംബൈ സർവകലാശാല സംഗീതരംഗത്തെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ പരിഗണിച്ച് ഓണററി ഡോക്ടർ ഓഫ് ലോ ബിരുദം നൽകി ആദരിച്ചു. 1988 രാജ്യം പത്മശ്രീ ബഹുമതി നൽകി ആദരിച്ച സാക്കിർ ഹുസൈനെ തേടി 2002 പത്മഭൂഷണം, 2023 പത്മവിഭൂഷണമെത്തി. പിതാവും ഗുരുവുമായിരുന്ന അല്ലാ രഖയുടെ വേർപാട് വ്യക്തിപരമായും കലാപരമായും സാക്കിർ ഹുസൈനെ ഉലച്ച സന്നിഗ്ധ ഘട്ടത്തിലാണ് കഥക് നർത്തകിയും യുവപ്രതിഭയുമായിരുന്ന അന്റോണിയോ മിനക്കോളയുമായുള്ള പ്രണയം. കഥക്കിന്റെ വിലോല വിന്യാസങ്ങൾക്കൊപ്പം സാക്കിറിന്റെ തബല ഹൃദയതാളങ്ങളുടെ ജുഗൽബന്ദി തീർത്തപ്പോൾ ഈ ആനന്ദവല്ലരിയിൽ അനീസ ഖുറേഷി, ഇസബെല്ല ഖുറേഷി എന്നീ പൂക്കൾ വിരിയുകയായിരുന്നു. നാദം കൊണ്ടും താളം കൊണ്ടും ലോകത്തെ തന്നിലേക്ക് ആവാഹിച്ച സംഗീത രാജകുമാരന്റെ ഹൃദയതാളത്തിൽ അപശ്രുതി മുഴങ്ങിയത് 2 ആഴ്ച മുൻപായിരുന്നു. അമേരിക്കയിലെ സാൻ ഫ്രാൻസിസ്കോയിലെ ആതുരാലയത്തിൽ നിന്നാണ് താളങ്ങളില്ലാത്ത ലോകത്തേക്ക് ആ ഇതിഹാസം യാത്രയായത്. സംഗീതവേദികളിൽ ഇനി ഇടിമുഴക്കങ്ങളുടെ ഇന്ദ്രധനുസില്ല, പകരം വിസ്മൃതിയുടെ സാന്ദ്രതാളങ്ങൾ മാത്രം. നിങ്ങൾ കേട്ടത് വാർത്താവീക്ഷണം. വിരലുകളാൽ നാദവിസ്മയം തീർത്ത മാന്ത്രികൻ. തയ്യാറാക്കിയത് സിറാജ് ദിനപത്രം തിരുവനന്തപുരം ബ്യൂറോ ചീഫ് മുഹമ്മദ് ഖാസിം SK.